ഇതുപോലെ നിങ്ങളുടെ രോമമുണ്ടോ? അത് പിഴുതു മാറ്റണോ? ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക്. പലരും രോമം ഇല്ലാതാക്കാൻ, ഫേസിലെയും കൈകളിലെയും രോമം ഇല്ലാതാക്കാൻ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് ചെല്ലും തോറും സ്കിന്നിന് പല രീതിയിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. രോമ വളർച്ച പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഈ ഒരു മാജിക് പാക്ക് നിങ്ങൾ ഇട്ടാൽ മതി. പൂർണ്ണമായിട്ടും രോമം പിഴുതു മാറ്റാൻ സാധിക്കും. എന്താണ് സംഭവം എന്ന് പറയാം. ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫേസിനകത്തുണ്ടാകുന്ന പിമ്പിൾസിന്റെ പാട്, ആക്നെ, പിഗ്മെന്റേഷൻ എന്നിവയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്താണ് സംഭവം പറയാം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് റംസാനി. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തും ശരീരഭാഗത്തും ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള രോമവളർച്ച വരാൻ കാരണം പലതുണ്ട്. നമ്മുടെ സ്കിന്നിന് ഈ ഒരു രോമം വരാൻ, നമ്മുടെ ബോഡിക്കും ശരീരഭാഗത്തും ഒക്കെ രോമം വരാനുള്ള കാരണങ്ങൾ പലതുണ്ട്. എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും, കൂടാതെ തന്നെ തൈറോയ്ഡ്, PCOD പ്രശ്നങ്ങൾ കൊണ്ടും, ജനറ്റിക്കലി, അതായത് ഇപ്പോൾ മുത്തശ്ശിക്കും ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാൻ കാരണമാകാറുണ്ട്. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, പാരമ്പര്യമായിട്ട് ഇപ്പം തൈറോയ്ഡ്, PCOD ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ രോമം വരാതെ പിഴുതു മാറ്റി രോമം ആ ഒരു ഭാഗം നല്ല സ്കിന്നൊക്കെ നല്ല തിളക്കം വെപ്പിക്കാനും ഒക്കെ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. വേദനയില്ലാതെ രോമം കളയാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചേഞ്ചസ് കിട്ടുന്നതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ രോമം ഇല്ലാതാക്കാം. അത് കുറച്ചുകൂടെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് രോമമില്ലാതെ നല്ല ക്ലീൻ സ്കിന്നാക്കാൻ സാധിക്കും. എന്തായാലും സമയം കളയാതെ തന്നെ നമുക്ക് ആ ലൈവ് റിസൾട്ടും കാണാം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നും കാണാം. അതിലേക്ക് പോകും. നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ നമുക്ക് 1/2 കപ്പ് ചോറാണ് വേണ്ടത്. ഈ ഒരു ചോറ് ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ റൈസാണ്. നിങ്ങൾക്ക് പച്ചരി എടുക്കാം, നമ്മുടെ ബസ്മതി റൈസ് എടുക്കാം, നമ്മുടെ നാടൻ മട്ട റൈസ് ഉണ്ടല്ലോ അത് വേണമെങ്കിലും എടുക്കാം. ഏതാണോ നിങ്ങളുടെ വീട്ടിൽ വേവിക്കുന്നത് ആ ഒരു ചോറ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 1/2 കപ്പാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണോളം ചേർക്കണം. മഞ്ഞൾപ്പൊടി സ്കിന്നിന് അലർജി ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. നമ്മളെടുത്ത ആ ഒരു ചോറിൻ്റെ അളവിനുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. വെള്ളം ചേർത്ത് നല്ല മഷി രീതിയിൽ അരച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്ന സമയത്ത് കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഹെയറിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വേറൊരു കാര്യമുണ്ട്, കോൺഫ്ലവർ പൗഡർ. അത് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡർ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. കട്ട കെട്ടാൻ പാടില്ല. അതേ രീതിയിൽ നല്ല മിക്സ് ആക്കി അങ്ങോട്ട് എടുക്കുക. അങ്ങനെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഒരു ജെല്ലി പരുവത്തിലായിട്ട് കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പാക്ക്. എവിടാണ് ഹെയർ ഉള്ളത് അവിടെ നിങ്ങൾ ഇട്ട് കൊടുത്ത് നല്ല ഡ്രൈ ആയിട്ട് ഇത് പീല് ചെയ്യുന്ന ഒരു പരുവുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളിത് പീല് ചെയ്ത് മാറ്റേണ്ടത്. ഇവിടെ ഞാൻ രോമമുള്ള ഭാഗത്ത് ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ കാണിക്കാം. എന്തായാലും നിങ്ങൾ കണ്ടോ, ഈ ഒരു മീശയുടെ ഭാഗത്ത് നല്ല പോലെ ഹെയർ ഗ്രോത്ത് കണ്ടോ. ഇതേപോലെ പല പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മീശയുടെ ഭാഗത്തുള്ള ഹെയർ ഗ്രോത്ത്. അത് മാറ്റാൻ നിങ്ങളിതൊന്ന് ചെയ്താൽ മതി കേട്ടോ. ഈ കട്ടക്കിടരുത്, നോർമൽ രീതിയിൽ ഇട്ട് കൊടുക്കുക. ഉണങ്ങാൻ വേണ്ടി നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് സമയം വരുന്നത്. എനിക്കിവിടെ വേണ്ടി വന്നത് ഒരു 4 മിനിറ്റോളം വെച്ച് 4 മിനിറ്റിന് ശേഷം പീല് ചെയ്ത് കളഞ്ഞ് കാലിൻ്റെ ഭാഗത്തും ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷമുള്ള മാറ്റമാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം പീല് ചെയ്യുമ്പോൾ കാലിൻ്റെ ഭാഗത്തെ രോമം പോകുന്നത് കണ്ടോ. ഇതേപോലെ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. കണ്ടല്ലോ, അടിപൊളിയല്ലേ സംഭവം. ഇനി നിങ്ങൾക്ക് രോമം ഒരു രീതിയിലും വരില്ല. ഈ പിഴുതുപോയ രോമം പൂർണ്ണമായിട്ടും അവിടുന്ന് ഇല്ലാതാക്കി സ്കിൻ നല്ല ക്ലീൻ ആക്കാനും തിളക്കം വെപ്പിക്കാനും സാധിക്കും. ലൈവായിട്ട് തന്നെ നിങ്ങൾ ചേഞ്ചസ് കണ്ടല്ലോ. പോയ ഭാഗത്ത് രോമം വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലേക്ക് ഒരു രോമം പോലും വരത്തില്ല കേട്ടോ. എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ. ഇനി നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പണം കളയണ്ട. ഇത് ചെയ്താൽ മതി. മീശയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തും ഒക്കെ നിങ്ങൾക്ക് ഇതിടാം. എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണം. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് എത്തിക്കണം. കാരണം നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അവർക്കും കൂടി അതൊന്ന് ഉപകാരപ്പെടുമല്ലോ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കൂട്ടുകാരെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.